ഇന്ന് ഞാൻ ഇവിടെ വരാനുണ്ടായ കാരണം യൂണിയും സോളവും ആദ്യം വിളിച്ചു. അടുപ്പക്കാരൻ ഈവാനിയുടെ അടുപ്പക്കാരനായിരുന്നു സോളൻ. പിന്നെ ജൂബി വിളിച്ചു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് പെട്ടുപോയത്. അതിൽ ദൂരം പൈത്തില പള്ളിയിലായിരുന്നു. അവിടെ ഞങ്ങളുടെ ഋതുവ്യാസന പ്രാർത്ഥനയോഗങ്ങളുടെ സംയുക്ത രീതിയിൽ നടന്നുകൊണ്ടിരിക്കുക. പള്ളിയാക്കി ഞാൻ പോകുന്നു. അല്ലെ ആരോഗ്യം എത്തുകയില്ല. അങ്ങനെയാണ് മുമ്പൊരിക്കൽ ഏതോ ഒരു സ്ഥലത്ത് ഇതുപോലെ കോട്ടയം വ്യാസത്തില് ഒരു കോർണർ ടീച്ചിങ് വരുന്നത് വന്നതിന്റെ ഓർമ്മയില്ല. എവിടാണെന്ന് എനിക്ക് ഓർക്കുന്നില്ല. നോമ്പ് കാലങ്ങളിൽ ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ അങ്ങനെ ഇല്ല. കൊച്ചിയില് എന്നാൽ വളരെ ദൂരത്തിലാണ് പള്ളികളായിട്ട്. ദൂരത്തോട് അടുത്തടുത്ത് പള്ളി വരുന്നില്ല. അതിന് നീട് കിടക്കുക കേരളത്തിന്റെ വിഷയത്തിൽ തന്നെ. നമ്മുടെ പ്രയാസമാണ് കോർണർ ടീച്ചിങ്ങുകളുണ്ട്. ഈ നോമ്പെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ അനുഷ്ഠാനങ്ങളെ കുറിച്ചൊക്കെയുള്ള സ്മരണ ഉണർത്തി വിടുന്നതാണല്ലോ. എങ്കിലും അല്ലാതെയും ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് നമ്മളിപ്പോ ഞാനിവിടെ വരുമ്പോൾ അവിടെ കേരളത്തെ അമ്പാച്ചൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെന്നോട്ടത്തിലെ നോമ്പിനെ കുറിച്ച്. അവിടെ മുതലേ നോമ്പുള്ള പെരുമാറ്റം അവിടെ പറയുന്നത് ഞാൻ കേട്ടു. സൺഡേ സ്കൂളിലെ കുട്ടികൾ ഉയർത്തുന്ന ഒരു സംശയം സാറുമായി കറങ്ങി പോകുന്ന ഒരു ചോദ്യം പറഞ്ഞായിരുന്നു. കുട്ടികൾ ചോദിക്കുന്ന 1ാം ക്ലാസ്സിൽ നമ്മള് ആദ്യ സൃഷ്ടികർത്തിയൊക്കെ നല്ല സുന്ദരമായിട്ട് പഠിക്കും. നമ്മൾ വിചാരിക്കുന്ന അവർക്കെല്ലാം മനസ്സിലായിരുന്നു. കഥയല്ലേ പഠിച്ചുകൊള്ളുന്നില്ല. അക്കൂട്ടത്തിൽ ചില കുട്ടികൾ എല്ലാവരുമല്ല, അവർ ചോദിക്കും, സാർ പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് നല്ല ഒന്നാമത്തെ തോട്ടം ഉണ്ടാക്കി അതിനകത്ത് മണ്ണുണ്ട്, വെള്ളമുണ്ട്, കിളികളുണ്ട്, മൃഗങ്ങളുണ്ട്, മനുഷ്യരുമുണ്ട്. പിന്നെ അതിന്റെ നടുക്ക് 2 വൃക്ഷം. ഒന്ന് ജീവവൃക്ഷം. അതെന്താണെന്ന് അവിടെ പറയുന്നില്ല. പിന്നെ നമ്മൾ വ്യാഖ്യാനിച്ച് ഉപയോഗിക്കുന്നതിലൊക്കെ എടുത്താൽ ജീവവൃക്ഷം എന്ന് പറഞ്ഞാൽ ആരാ? യേശുക്രിസ്തു എന്ന് പഠിക്കുന്നു. അതിന്റെ സമീപത്ത് തന്നെ ചാരെ വേറൊരു വൃക്ഷമുണ്ട്, അറിവ് നൽകുന്ന വൃക്ഷം. അറിവ് മോശമാണോ എന്നൊരു ചോദ്യം അതിനകത്തുണ്ട്. നന്മയും തിന്മയും വേർതിരിച്ചറിയുന്ന ഉള്ള അറിവ്. അവിടെ വായിച്ചാൽ അത് ഒരു കുഴപ്പമില്ലാത്തതാണ്. ഇന്നസെന്റ് ആണെന്ന് തോന്നുന്നു. നന്മയും തിന്മയും അറിയുന്നതിന് എന്നാ കുഴപ്പമില്ല എന്ന് നമ്മൾ ബുദ്ധിപ്പിച്ചേക്കാം. അവിടെ അങ്ങനെയുള്ള ലളിതമായ അർത്ഥങ്ങളൊന്നുമില്ല. അപ്പൊ അതുവരെ അറിവില്ലായിരുന്നോ, പിന്നെ അറിവ് തുടങ്ങിയതാണോ നമുക്ക് ഒരു ചോദ്യം പ്രസക്തമാണ്. നമുക്ക് ആ ഉത്തരവൊന്നും അർത്ഥമുള്ളൂ. എങ്കിലും ദൈവത്തിന്റെ മനസ്സ്, അനന്തമായ മനസ്സിൽ ഉണ്ടായിരുന്ന ജ്ഞാനം മാത്രമാണ് ദൈവം. അതെന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അദ്ദേഹം വെളിപ്പെടുത്തി തന്നാൽ അറിയാം. ദൈവം ആരാണെന്ന് നമ്മൾ അന്വേഷിച്ച് കാണാൻ കണ്ടുപിടിച്ചാൽ നമ്മൾ പഠിച്ചിരിക്കും. പിന്നെ ഇങ്ങനെ അറിയാൻ എന്താ മാർഗം? ദൈവത്തെ അറിയണം. അറിഞ്ഞിട്ട് വേണം സ്നേഹിക്കാൻ, സ്നേഹിച്ചിട്ട് വേണം അറിയാൻ. സ്നേഹം കൂടാതെ അറിവുണ്ടാകുകയില്ല. സങ്കീർത്തനം നിങ്ങളെന്നും ദിവസം കാണുന്നില്ല. മുമ്പിൽ പുറകിലും അവിടെയാണെന്ന് തോന്നുന്നു. 9ാം സങ്കീർത്തനത്തിന്റെ 16ാം വാക്യം നിങ്ങൾക്ക് ഇന്ന് നോക്കിയാൽ മതി. ഒഴിവാക്കാനും വായിക്കാനും കേട്ട് പറയാനൊന്നും ആവശ്യമില്ല. യഹോവ തന്നെത്താൻ വെളിപ്പെടുത്തി, ശ്രദ്ധിച്ചോ, തന്നെത്താൻ വെളിപ്പെടുത്തി, ന്യായം നടത്തി, ന്യായവിധികൾ.
അപ്പൊ തന്നെത്താൻ വെളിപ്പെടുത്തിയെങ്കിലും നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നോക്കുക. അതാണ് സങ്കീർത്തനം ബൈബിളിൽ കിട്ടുന്ന പോലെ അറിവാണ്. യഹോവ തന്നെത്താൻ അദ്ദേഹത്തെ തന്നെ വെളിപ്പെടുത്തി തന്നെങ്കിലേ അറിയാൻ നോക്കൂ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മോശ പർവ്വതത്തിന്റെ മുകളിൽ കയറിപ്പോയി പാവം ഇരുളിലോ കയറിപ്പോയി മേഘമെല്ലാം വന്ന് മൂടി അദ്ദേഹം ദൈവത്തെ കണ്ടു? യഹോവയെ മുഖാമുഖമായി കണ്ട മോശയെ പോലെ ഒരാളുണ്ടാക്കി അത് എഴുതരുത്. കണ്ടോ ഇല്ലയോ? കണ്ടില്ല, കാണാൻ ഒക്കുകയില്ല. അത് തെളിച്ചൊക്കെ പറഞ്ഞില്ലയോ? അവരുടെ ജീവിതരീതിയിൽ അവരോട് കാണാൻ പറ്റിയില്ല. ദൈവം ആത്മാവാകുന്നു എങ്ങനെ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചത് സ്വന്തം രൂപത്തിലും ഛായയിലും. എന്നല്ലേ നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കും? എന്താ അതിന്റെ അർത്ഥം? ദൈവത്തിന് രൂപമില്ല, എന്തെങ്കിലും രൂപത്തിൽ സൃഷ്ടിക്കും. ഇത് കരക്കുടി ചോദിച്ചല്ല ചെയ്യാം. രൂപരഹിതനായ നാമരൂപഗന്ധരഹിതനാണ് ഈശ്വരൻ എന്ന ഭാരതീയർ പറയുന്നത്. രൂപരഹിതനായ ഈശ്വരൻ സ്വന്തം രൂപത്തിൽ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമുക്ക് അറിഞ്ഞൂടെ. എത്ര പഠിച്ചാലും മനസ്സിലായി. സാദൃശ്യം എന്ന് പറഞ്ഞാൽ ഈ കൈ പോലെ ഇത് മറ്റേ ഇതിന്റെ സാദൃശ്യം ഒരു പോലെ ഇരിക്കുന്നു. ഇത്രയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിശദീകരണവും ബൈബിളിലില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യാം? നമുക്കെല്ലാവരും ഉണ്ടെന്നാണ് ഈ സാറിന് കൊണ്ട് എനിക്കുണ്ട്, നമുക്കെല്ലാം ഉണ്ട്. ദൈവത്തിന്റെ സ്വരൂപവും സ്വ എന്ന് പറഞ്ഞ ഒരാളിന്റെ സാദൃശ്യവും ഉണ്ടാകുന്നു. അപ്പൊ അത് വളരെ ഗഹനമായ ഒരു ആശയവും അർത്ഥവും ആകെയാണ്. ഏറ്റവും ലളിതമായി പറയാവുന്നത് ഇവരൊക്കെ സ്വന്തമായി പഠിച്ചിട്ടുള്ളതാണ്. മനുഷ്യനും ദൈവവും തമ്മിൽ സാമ്യമുണ്ട്. മനസ്സിലാകുന്നു? ദൈവവും മനുഷ്യനും തമ്മിൽ സാമ്യമുണ്ട്. മനുഷ്യൻ ദൈവമല്ല, സാമ്യമുണ്ട്. ഇപ്പൊ ദൈവീകത ഉണ്ട്. ഈശ്വരാംശമുണ്ട്. അവനെ നീ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയിട്ടുണ്ട്. അപ്പൊ മുഴുവൻ ഇല്ലെന്നുള്ളൂ. ദൈവീകം എന്ന് പറയുന്ന എന്തോ അത് മനുഷ്യരിലുണ്ട്. സാമ്യമുണ്ടെന്ന് മാത്രമല്ല, ദൈവത്തെ പോലെ നമുക്ക് കുറെ ക്വാളിറ്റീസ് ഒക്കെ പറയാനുണ്ട് ദൈവത്തിൽ. ദൈവം സ്നേഹമാകുന്നു. ഏത് ദിവസവും ഏത് ഗ്രന്ഥത്തിനകത്തുള്ളൂ ബൈബിളിൽ ദൈവം ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞത് ദൈവം സ്നേഹിക്കാൻ കഴിയും. സ്നേഹിക്കുന്നു, ക്ഷമിക്കുന്നു, കരുതുന്നു. ദൈവം മനുഷ്യനെ ആദരിക്കുന്നു. വിശ്വസിക്കുമോ? ദൈവം മനുഷ്യനെ ബഹുമാനിക്കുന്നു. ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണമെന്നാണ് പറയുന്നത് കേട്ടോ, ബൈബിള് പഠിപ്പിച്ചിരിക്കുന്നത്. കല്യാണത്തിന് പങ്കെടുക്കാറുണ്ട്. ഈശ്വരൻ മനുഷ്യനെ ആദരിക്കുന്നു, മനുഷ്യന് വേണ്ടി കരുതുന്നു, കരയുന്നു ചേർന്നു. മനുഷ്യന്റെ ഭാഷയിൽ പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞതൊക്കെ മനുഷ്യനും സാധിക്കും. അതായത് രണ്ടാമത്തെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഒരർത്ഥം സാമ്യമുണ്ട്. അത്രയും പറഞ്ഞ പുസ്തകം വിട്ടേക്കണം, ബാക്കി നമുക്ക് അറിഞ്ഞൂടാ. അവിടെ രണ്ടാമത് പറയാവുന്നതേ ഉള്ളൂ, ഈശ്വരനെ പോലെ സ്നേഹിക്കാനും ക്ഷമിക്കാനും വലിപ്പം ഭാവിക്കാതിരിക്കാനും കരുതാനും ത്യാഗം സഹിക്കുന്ന ആർക്കൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി. ത്യാഗം എന്നൊരു വാക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ്. ത്യാഗം എപ്പോഴും മറ്റ് ആളുകൾക്ക് വേണ്ടി. വീട്ടിൽ അച്ഛനമ്മമാർ ത്യാഗം സഹിക്കുന്ന ആർക്കൊക്കെയാണ്? കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി. ത്യാഗം എപ്പോഴും മുന്നേ വെക്കുന്നത് മറ്റാളുകളെയാണ്. ഇപ്പൊ മനുഷ്യനും വേണമെന്ന് വെച്ചാൽ കണ്ടീഷനാണ്. കാരണം എന്ന് വെച്ചാൽ സ്നേഹിക്കാനും കഴിയും, ക്ഷമിക്കാനും കഴിയും, കരുതാനും കഴിയും, അഹംഭാവം ഇല്ലാതാകാൻ സാധിക്കും. മനുഷ്യൻ വേണം, വേണ്ടെന്ന് വെച്ചാൽ വേണ്ട, കൊടുത്തിട്ടുണ്ടല്ലോ, സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ കുറിച്ചാണ് സൺഡേ സ്കൂളിൽ പിള്ളേരെ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു,
ഈ രണ്ട് വൃക്ഷം നടുവിൽ നട്ടു. ജീവവൃക്ഷം വേറെയുള്ള നമുക്ക് വലിയ പിടിയിലെല്ലാം മറ്റേതിനെ കുറിച്ച് പിള്ളേർ ചോദിക്കുന്നു, ഈ മരം എന്തിനാ അവൾ പറയുന്നത്? അതില്ലായിരുന്നെങ്കിൽ എന്ത് പറയുന്നതിന് കഥ? പിന്നെ കഥയില്ല, കവിതയില്ല, നാടകമില്ല, കൂടുതലൊന്നും പോകത്തില്ല. കൊച്ചു പിള്ളേർ ചോദിക്കുന്നില്ല. പിന്നെ എന്തിനാ ഈ വൃക്ഷം ഈ കുഴപ്പമുണ്ടാക്കുന്ന വൃക്ഷം? അതിന്റെ ഈ ലോകത്തെ എല്ലാം മാറ്റി നമ്മളെല്ലാം ഈ പരിവത്തിലാക്കി എന്തിനിങ്ങനെ വൃക്ഷം നട്ടു? ആർക്കും ബൈബിളിൽ ഇങ്ങനെ ഉത്തരം കിട്ടാത്ത കുറെ കഥകളുണ്ട്. മറ്റൊരു ഉദാഹരണമാണ് മനുഷ്യന്മാരുടെ ജീവിതത്തെ അവരും പറയുന്നത് എനിക്കും അറിയുന്നത്. ഉയർത്തെഴുന്നതിന്റെ ശേഷം യേശു ക്രിസ്തു തന്റെ കാര്യം കയറി കുറിച്ച് സ്ത്രീകളെന്നെ പറഞ്ഞ് തോട്ടയരുത്. അതെന്താണ്? നമ്മളൊക്കെ ബൈബിൾ വായിക്കുന്നതല്ലേ? നീ എന്നെ തുടരുത്, ഞാൻ പിതാവിന്റെ ഇടയിലോട്ട് പോയിട്ടില്ല, തുടരുത്. തൊട്ടാന്ന് പറഞ്ഞു. ഈ പറഞ്ഞ കർത്താവ് തന്നെ ലോകസപ്പുറത്തിൽ നീക്ക് കൈയോട്ട് നീട്ട്, ഇവിടെ വെച്ച് നോക്കി, ഇവിടെ വെച്ച് നോക്കി, ഇവിടെ വെച്ച് നോക്കുന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന് നമ്മൾ അറിയാത്ത എന്തോ അർത്ഥമുള്ളത്. അതിലൊന്നാണ് ഇങ്ങനെയൊരു വൃക്ഷം അവിടെ നട്ടു വളർത്താൻ എന്താകാം സംഗതി. അപ്പൊ അതിന് എന്റെ ഗുരുവിനോട് ഞാൻ ചോദിച്ചു, നമ്മുടെ രാജ്യത്തല്ല വേറെ, ഇതെന്താ ഇങ്ങനെ? അപ്പൊ അദ്ദേഹത്തിനായ ഇവരുള്ള ആളായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ ദൈവത്തെ ആശ്രയിക്കാതെ ഒരു സെക്കൻഡ് പോലും നിലനിൽക്കാൻ ഒക്കത്തില്ല. ശരിയാണെന്ന് ആലോചിച്ചു. ഒരു കണിക പോലും ദൈവത്തെ താങ്ങി നിൽക്കാതെ ഒരാളിന് പോലും ജീവിക്കാൻ പറ്റും. ആ പാഠം പഠിപ്പിക്കാനാണ് ഇത് അവിടെ കൊണ്ട് നട്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കുമ്പോൾ പറയുന്നത് ശരിയാണ്. അവിടെ എന്തോ ഒരു നിയന്ത്രണങ്ങൾ ഉണ്ട്. ആ നിയന്ത്രണത്തിന് കൊടുത്ത പേരാണോ അതൊക്കെ പറയുന്നത്. നമ്മളതിനെ പല രീതിയിൽ കാണുകയോ വ്യാഖ്യാനിക്കുകയെല്ലാം മനുഷ്യനെ കെട്ടിവെക്കാനാണ് നിയമങ്ങൾ ഒക്കെ നമ്മൾ അനങ്ങോട്ട് കടക്കോട്ട് ചെയ്യാനുള്ള വളർന്നു അല്ല. നിയമം അത് കൽപ്പനകൾ എന്നാൽ എന്താണ്? അതിന്റെ അടിസ്ഥാനപരമായ അർത്ഥം വീട്ടിലാണെങ്കിൽ ഇപ്പൊ നടക്കുമെന്നറിയാതെ ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ കൂടുതൽ പിള്ളേര് ഒരു പ്രായം വരെ അതിനെപ്പുറത്ത് മുന്നേ വരില്ല. പുറത്തോട്ട് പോകുന്നത് വരെ പൂർണ്ണമൊക്കെ കൊണ്ടുവരണം. 5-6 വീട്ടിനകത്ത് വരുന്നത് പിള്ളേർക്ക് ഇഷ്ടമല്ലെന്ന് പറയാം. അവർക്ക് കൂട്ടുകാരോട് പോകാൻ വേണ്ടി കറങ്ങാൻ പോകാനായി. അപ്പൊ അപ്പോഴത്തെ സുഗ്രീവജ്ഞ 5-6 ഇവിടെ കയറി വീട്ടിലാണ്. ഇത് മക്കളെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണോ? അതിന്റെ പുറകിലൊരു ന്യായമുണ്ട്. അല്ലെ, ഉള്ളൂർ പറയുന്നൊരു ന്യായമുണ്ട്. നിങ്ങൾക്കറിയാമോ? മക്കൾ ഇന്ന രീതിയിലേ വളരാവുമെന്ന് അച്ഛനും അമ്മയ്ക്ക് പോലെ പ്രതീക്ഷ ആഗ്രഹമുണ്ട്. അതായി കൽപ്പനയിലൂടെ പുറത്തുവരും. ഇപ്പൊ നിയമം ബന്ധിക്കാനല്ല, സ്വാതന്ത്ര്യം കൊടുക്കാൻ. മക്കൾ ഇന്ന രീതിയിൽ മാത്രമേ വേറെ രീതിയിൽ വളരരുത് എന്നുള്ള അച്ഛനമ്മമാരുടെ ആദി. അത് സ്കൂളും കോളേജും കഴിഞ്ഞ് പിന്നെ പലരും നടക്കാൻ പോകുന്നില്ല. നമുക്കറിയാം, നിങ്ങൾക്കറിയാമോ? അപ്പൊ അവരുടെ മനസ്സിൽ മക്കൾ ഇന്ന രീതിയിൽ വളരാവുമെന്നുള്ള ഒരു വലിയ ചിന്തയുണ്ട്. വഴിയെത്തി പോയത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇറക്കി കൊടുത്തത്. അതാണ് നിയമത്തിന്റെ കഥ. എന്നാൽ യേശു ക്രിസ്തു പഴയ നിയമകാലത്തുണ്ടായിരുന്ന അലംഘനീയമായ ഒരു ചട്ടമായിരുന്നു നോമ്പ്, വ്രതം. ആ കൂട്ടത്തിൽ വ്രതസ്ഥരായ ഒരു കൂട്ടത്തിനകത്ത് പേരുന്ന വ്രതക്കാർ സാറെന്ന് പറഞ്ഞ് അവരൊക്കെ പഠിക്കുന്നതാണ്. സെറ്റപ്പാർട്ട് എന്ന അർത്ഥം. സെറ്റപ്പാർട്ട് എന്നാണ് സാറെന്ന് പറഞ്ഞത്. ഇപ്പൊ നാസിർ വ്രതക്കാര് അവര് ഇങ്ങനെ മാറ്റി കൃത്യസമയത്ത് ആഴ്ച മുഴുവനും ആകാം മാറ്റി നിർത്തപ്പെട്ടവരാണ്. വൈദികർ പൊതുവെ വ്രതസ്ഥരാണ്. സന്യാസിയൊന്നും അല്ലായിരിക്കും, പക്ഷെ വ്രതസ്ഥൻ. ഭാരതത്തിലെ ഋഷിമാർ പലരും വ്രതസ്ഥരായിരുന്നു. മഹർഷിമാർ പലരും കുടുംബസ്ഥരായിരുന്നു. അവർ മഹർഷിമാരാണ്, വലിയ പണ്ഡിതരുമായിരുന്നു. അപ്പൊ യേശു ക്രിസ്തു പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്ന ഇസ്രായേൽ ജനത്തിൽ പ്രത്യേകിച്ച് എല്ലാ മതങ്ങളിലുണ്ട്. മുസ്ലിം,
സമുദായത്തിൽ ഹിന്ദുക്കൾക്ക് ഒരു നോമ്പുണ്ട്. നോമ്പ് ഉപവാസവും വ്രതവും തിങ്കളാഴ്ച നോമ്പും എല്ലാം ഉള്ള നമ്മൾ ജീവിക്കും. എല്ലാ മതത്തിനും വേണ്ടി നോമ്പ് അവർക്ക് അതിന്റെ ഓരോ വിശദീകരണം പറയുന്നു. യഹൂദ മതത്തിൽ പഴയ കാലത്ത് ഈ സൃഷ്ടി മുതൽ ഇങ്ങോട്ട് എടുത്താൽ അത് നമ്മൾ മുമ്പേ ജോലിയതാ ഒരു വലിയ ലിസ്റ്റുമായി. പിന്നെ നോമ്പ് നോക്കി, മോശയെ വേലയായി നോക്കി, കർത്താവ് ശിഷ്യന്മാരെ നോമ്പ് നോക്കി എന്ന് പറഞ്ഞ് നമ്മൾ പാടിക്ക് മുമ്പേ പാടിയില്ലേ? കർത്താവിന്റെ അതിനെ പുള്ളി തിരിച്ചല്ല. പുള്ളി കർത്താവിന്റെ പേര് പറഞ്ഞു. കർത്താവ് നോറ്റു. നമ്മൾ ഈ തെക്കോട്ടുള്ളൊരു നോമ്പ് നോക്കുക എന്നാ പറയുന്നത്. പുറപ്പെട്ട നോമ്പ് പിടിക്കുക. അതിലൊരു വ്യത്യാസമുണ്ടോ? വടക്കുള്ളവർ നോക്കിനെ അവർ നോക്ക് അവിടെ അവർ നോക്കിനെ പിടിക്കും. തെക്കുള്ളവർ നോക്കും. അതാണ് വ്യത്യാസം. അപ്പൊ പഴയ നിയമകാലത്തുണ്ടായിരുന്ന ചരിത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിരിക്കുന്ന ഗംഭീരമായ നോമ്പുകാരുമുണ്ട്. ഏലിയാവ് നോമ്പ് കൊണ്ട് ക്ഷീണിച്ചില്ല, ശക്തി പ്രാപിച്ചു. അത് നമ്മൾ പഠിക്കാത്ത ഒരു വാദമാണ്. നോമ്പുകൾ ശരീരത്തിന്റെ കാര്യമാക്കി പറയും. വേറൊരു ശക്തിയുണ്ട്. ശരീരത്തിന്റെ കായബലം അല്ലാതെ വേറൊരു ബലം മനുഷ്യനാണ്. അത് ഏലിയാവിനുണ്ട്. ഏലിയാവിന്റെ അതുല്യമായ ശക്തി, അദ്ദേഹത്തിലുള്ള ദൈവാത്മാവ്, അദ്ദേഹം പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നത്, അഗ്നി ഇറങ്ങുന്നു. മോശയും അങ്ങനെ തന്നെ. മോശ എത്ര പ്രാവശ്യം നോമ്പ് നോറ്റു? നിങ്ങളെല്ലാം കോട്ടയക്കാരൊക്കെ ഒരുപാട് ബൈബിൾ അറിയാൻ കേട്ടിട്ടുണ്ട്. എത്ര പ്രാവശ്യം മോശ 40 പേർ നോമ്പ് നോക്കി? ഈ കുടുക്കിയോട് ചോദിക്കുന്നത് അറിയാൻ കഴിയാറില്ല. വലിയ വേദി വന്നത് അമ്മച്ചിമാർക്കോ അത് പറയാമോ? ഒന്നുകൂടെ വായിക്കണമല്ലോ. മോശ 40 പേര് എത്ര പ്രാവശ്യം നോമ്പ് നോക്കി? ഒക്കെ അറിയാവുന്ന നമ്മൾ എനിക്കും അറിയാമില്ല. പക്ഷെ മോശ ആദ്യം ഒരു 40 ദിവസം പിന്നെ ഇറങ്ങി വന്നപ്പോഴാണ് ഇവിടെ സങ്കടങ്ങൾ സകലങ്ങളുടെ തുള്ളലിലാണ് താഴെ അറുപതിട്ട് പങ്ക് കളിച്ച് ജനങ്ങളില്ലാതെ അവിടെ ഭയങ്കര തുള്ളലും ചാട്ടവും പരമാശയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. കരിയുന്നതെല്ലാം എറിഞ്ഞ് ഉടച്ച് തീക്കാത്തിട്ട് ചാരമായി കളിച്ച് ജനങ്ങളെ കുടിപ്പിച്ച് നല്ല ദേഷ്യക്കാരനായിരുന്നു മോശ. സൗമ്യനാണേലും ഭൂലോകത്തിൽ മനുഷ്യരിലേക്കും സൗമ്യൻ മോശയാണ്. പക്ഷേ ഭയങ്കര കോപിഷ്ഠനായിരുന്നു. എന്നിട്ട് അദ്ദേഹം യഹോവയുടെ സന്നിധിയിൽ 40 ദിവസം വീട് കിടന്ന് കരഞ്ഞു. അത് 40 വീണ്ടും പലരും കൊണ്ട് വരാൻ പറഞ്ഞു. വീണ്ടും 40 ദിവസം എത്രയായി? 120 ദിവസമാണ് നോമ്പ്. മോശയുടെ നോമ്പ് ശ്രദ്ധിച്ച് വായിക്കണം. കണ്ടിട്ട് സമയം കിട്ടും നോമ്പുകാരൻ. 40 വീതം 3 പ്രാവശ്യം മോശ ആദ്യം പർവ്വതത്തിൽ കയറിയപ്പോൾ, പിന്നീട് യഹോവയുടെ സന്നിധിയിൽ അവിടെ വീട് കിടന്ന് കരഞ്ഞ് 40 ദിവസം നോമ്പ്. പിന്നെ ഒന്നുകൂടെ കയറി കൽപ്പന 3 പ്രാവശ്യം. അതുകൊണ്ട് എന്തുണ്ടായി? ആർക്ക് വേണ്ടിയല്ലേ നോമ്പ് നോക്ക്? നമ്മൾ നോമ്പ് നോക്കുന്ന ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. അവിടെ ഞാൻ കുഞ്ഞു പോയി. നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ആർക്ക് വേണ്ടിയാണ്? ഇരിക്കുന്നവർക്ക് പറയാൻ കഴിയും. ഇവിടെ കേൾക്കുമെന്ന് അറിയുന്നില്ല. നമ്മൾ നോമ്പ് ആചരിക്കുന്നെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ്? അത് ഒരു ഉദ്ദേശവുമില്ലയോ? മോശ നോമ്പ് നോക്കെങ്കിൽ ആർക്ക് വേണ്ടിയായിരുന്നു? ഓർക്കണം, നമ്മുടെ സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടി മാത്രമല്ല നോമ്പ്. അതിൽ നിന്ന് ഒരുപാട് ശക്തിയും വെളിച്ചവും ഗുണവും നന്മയും ഉണ്ടാകാതെ പലർക്കും കിട്ടണം. ഒരാൾ നന്നായാൽ ആ സമൂഹം നന്നാവുകയും ഒരുത്തൻ പാപകർമ്മം ചെയ്തേക്കും അതിൽ ഫലം പരക്കെയുള്ള മഹാജനം കിട്ടുന്നത് രണ്ടും. അപ്പൊ നമ്മുടെ നോമ്പുകൊണ്ട് നമ്മൾ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു നന്മ വളർച്ചയല്ല, അത് ആ ചുറ്റുപാടും പ്രസരിക്കും. പരിമളമാണ് നോമ്പെന്ന് പറഞ്ഞത്.
പരിമല തിരുമേനിയുടെ വസ്ത്രം വിയർപ്പിന് പരിമളമായിരുന്നു കുത്തിവായി ഒരു ശിഷ്യന്മാർ പരിമല തിരുമേനിയുടെ വിയർപ്പിന് പരിമളമായിരുന്നു. നമുക്ക് ആ ഭാഷ മനസ്സിലാകില്ല. അപ്പൊ നോമ്പിൽ നിന്നുള്ള വാസന, ഈ പ്രയോഗം നോമ്പിലെ പാട്ട്, നോമ്പിലുള്ള വാസന ഇമ്പകരമാകുന്നു എന്നുണ്ട്. അപ്പൊ നമ്മുടെ നോമ്പോട് ചുറ്റുപാടുമെല്ലാം പ്രസരിക്കുന്നുണ്ട് ഒരു പരിമളം. നമ്മൾ ഒതുങ്ങുന്നില്ല. പിന്നെ അത് ഭക്ഷണ വഴിയിൽ മാത്രമല്ല, ഈ നിർത്തലത്ത് മുഴുവൻ പറയും. ഭക്ഷണം അതിൻ്റെ ഒരു കാര്യം, ഇച്ഛകളുടെ ദുരാശകളുടെ നിയന്ത്രണം. ഈ ഒത്തിരി പറയുന്നതാണ് നോമ്പിൽ ആൾക്കാരും മനസ്സിൽ വായിക്കുകയോ ചൊല്ലുകയോ ചെയ്താൽ പറയും എന്താണ് നോമ്പിന്റെ അനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനം. അവിടെ കുറെ നിയന്ത്രണങ്ങളുണ്ട്. പുരാണ കഥകളിൽ പല വേർഷൻസ് ഉണ്ടെങ്കിൽ ദേവന്മാരും അസുരന്മാരും മനുഷ്യരെല്ലാം കൂടെ ധ്യാനിക്കാൻ പോയി. കഥയാണ് പുരാണ കഥ. ജ്ഞാനമെല്ലാം കഴിഞ്ഞപ്പോൾ അവർക്ക് മറുപടി കിട്ടി. ദാ ഒരു ശബ്ദമേ കേട്ടു. അങ്ങനെ 2 പ്രാവശ്യം ഉണ്ടായി, 3 പ്രാവശ്യം ദാന്ന് പറയുന്നത്. അവരെ അത് തിരിച്ചതിന്റെ അർത്ഥം കണ്ടുപിടിച്ചു. ഒന്ന് ദത്ത കൊടുക്കുക, കൊടുക്കുക, ദാനം ചെയ്യുക. അടുത്തതാ ദയത്വം, മനസ്സരീരം, കാരുണ്യം. മൂന്നാമത്തേതാ ദാമ്യത, കൺട്രോൾ, നിയന്ത്രണം. ഇത് 3 നോമ്പ്. ആലോചിച്ച് നോക്കും. ദാനധർമ്മം ഇല്ലാതെ നോമ്പില്ല. അതാ ബന്ധപ്പെട്ട് പ്രദേശമൊക്കെ ഉണ്ടായിരുന്നു മുമ്പ്. ഉപോഷണവാരം എന്ന് പറയും. പൂവേട്ടിന്റെ വാരമെടുത്ത് പാവങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കും. നൽകുക, ദയത്വം, മനസ്സലിവ് കാണിക്കുക, നാമ്യത, സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണം. അപ്പൊ മനുഷ്യന് ആത്മനിയന്ത്രണം ഉണ്ടാകണമെന്ന പലരെയും ബോധമുള്ള മനുഷ്യരിൽ ആഗ്രഹിക്കാൻ നിയന്ത്രണം കിട്ടിയ കൊള്ളാം. എങ്ങനെ ഉണ്ടാവും? കിഴക്കൻ ഓർത്തഡോക്സ് സഭയിലെ സന്യാസിമാരും യുവാക്കളും ഒക്കെ അതിനെ കുറിച്ചിട്ട് സയൻസ് ഒന്നും അവർക്ക് അറിയാം, പക്ഷെ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്ന മറുപടി ഈ ഫാസ്റ്റിംഗ് ആണ് ബെസ്റ്റ് മെഡിസിൻ ഫോർ കൺട്രോൾ, സെൽഫ് കൺട്രോൾ. ഓരോ 9 കാര്യങ്ങളെ കുറിച്ച് പറയുന്ന നിങ്ങൾ സൺഡേ സ്കൂൾ കാണാൻ പോലെ പഠിക്കുന്നുണ്ടല്ലോ. പരിശുദ്ധാത്മാവിന്റെ ഫലം ചോദിച്ചാലും കാണാൻ പോലെ പറയും. ഒന്നും അല്ലെങ്കിൽ സ്ത്രീകളെങ്കിലും പറയുന്നതായിരുന്നു, മറ്റൊരു പറയുന്ന കാര്യമായിട്ട്. അതിന്റെ അവസാനത്തെ എന്താണ്? ഇതിന്റെ അർത്ഥമല്ല അതിജീവിക്കുന്നു. സെൽഫ് കൺട്രോൾ തന്നെ ആത്മനിയന്ത്രണം എന്നാണ് ഈ ഇന്ദ്രിയതയാണ് പരിപാടിപ്പെടുത്തിയിരിക്കുന്നത്. സെൽഫ് കൺട്രോൾ എന്നാണ് അത് തന്നെയല്ല. ധാമ്യത, ധാമ്യത, ധാമ്യതയാണ് കൺട്രോൾ. ഈ 3 കാര്യങ്ങൾ ഉൾപ്പെടുന്നെങ്കിലേ നോമ്പിനെ അങ്ങനെ ഒരു പേരിട്ട് വിളിക്കാൻ സാധിക്കും. യേശുക്രിസ്തു അനുഷ്ഠിച്ചത് അതികഠിനമായ മോശ ചെയ്തത്, ഏരിയ ചെയ്തത് ജലപാനം പോലുമില്ല. നമുക്കിത് ചിന്തിച്ചാൽ ഒരു പിടിയും കിട്ടത്തില്ല. എല്ലാം ജലപാനം കൂടിയില്ലാതെ 40 നാൾ മനുഷ്യരില്ലാത്ത ഒരു സ്ഥലത്ത് പോയി, ജനമില്ലാത്ത സ്ഥലത്ത് പോയി, കാട്ടുമൃഗങ്ങളൊക്കെ അവിടെ പോയി ഉപവാസം നടത്തുന്നതാണ്. ഉപവാസത്തിൽ കൂടെ താമസിക്കാനാണല്ലാത്ത ഉപവാസം. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ കൂടെ ആയിരിക്കും, അടുത്തേക്ക് കേൾക്കുക എന്നൊക്കെ. അപ്പൊ അത് നമുക്ക് കേട്ടാൽ വിശ്വസിക്കാനൊക്കെ ഇതിന്റെ ചില അംശങ്ങളൊക്കെയാണ് നമ്മൾ ഈ നോമ്പ് വന്നതെന്ന് പറയുന്നത്. നമ്മള് സാഷ്ടാംഗ പ്രണാമം നടത്തുന്ന കുമ്പുടി സാഷ്ടാംഗ പ്രണാമമല്ല നമ്മൾ ചെയ്യുന്നത്, പഞ്ചാംഗ പ്രണാമമാണ്. എന്താണ് പറഞ്ഞത്? സാഷ്ടാംഗമായ നെടുവരിയായിട്ട് പിടിയുന്ന നമ്മൾ കുത്തി അപ്പൊ വേണ്ട കുത്തി അവിടെ കുത്തി 4, 1, 5 അംഗങ്ങൾ വെച്ച് പ്രണവിക്കുന്ന പഞ്ചാംഗ പ്രണാമം എന്ന് പറഞ്ഞു. സാഷ്ടാംഗമാണ് നേരെ വീഴുക, സാഷ്ടാംഗം നമസ്കരിച്ചു. ഇങ്ങനെ ഒരു കുമ്പിടിയിൽ നമ്മൾ പറയുന്നത് ഇംഗ്ലീഷ് തന്നെ അവിടെ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്നവരെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ കാണുമല്ലോ. 4
പ്രോസ്ട്രേഷൻ എന്ന് പറയും. മറന്നു പറഞ്ഞ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഓർത്താണ്. പ്രോസ്ട്രേഷൻ പറയുന്നത് കുമ്പിടുക. അതും പ്രാർത്ഥനയെ നോക്കുവാനെല്ലാം ഞാനിവിടെ ധ്യാനമൊന്നുമല്ല കേട്ടോ. സാർ ധ്യാനമല്ല, ചിന്തകാരം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നോമ്പ് എടുക്കുമ്പോഴും ശരീരവും കൂടെ ഇതിനെ ഉൾപ്പെടുന്നു. തിരിച്ചു നോക്കി, വാഗോട്ട് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, ആഹാരം കഴിക്കാതിരിക്കുന്നത് മാത്രമല്ല, ശരീരവും കൂടെ ഇതിനകത്ത് പങ്കെടുക്കുക. ബോഡി ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന എക്സസൈസ് എന്നാന്ന് വെച്ചാൽ അതിനകത്ത് മനസ്സ് മാത്രമല്ല, ആത്മാവ് മാത്രമല്ല, അതൊരു ആത്മീയ കാര്യങ്ങളാണ്. ശരി, സംബന്ധിച്ച് പക്ഷേ ബോഡി ഇൻവോൾവ്മെന്റ് വേണം. അങ്ങനെയാണ് നമ്മൾ കുമ്പിടുകയോ നമസ്കരിക്കുകയോ വണങ്ങുകയോ ഒക്കെ ചെയ്യുന്നത്. ശരീരം കൂടെ ഇൻവോൾവ് ആകുന്നു നമ്മുടെ നോമ്പിൽ, പ്രാർത്ഥനയിൽ. അതേ അർത്ഥം നമ്മൾ വണങ്ങുന്നതും അങ്ങനെ ഇതിനകത്തൊക്കെ ഉണ്ട്. രണ്ടു കൈയും കൂപ്പി മറ്റൊരാളിനെ അഭിവാദ്യം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സംഗതി ഉണ്ട്. ബോഡി ഗെറ്റ്സ് ഇൻവോൾവ്. അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചാൽ പോലല്ലോ. രണ്ട് ദേശങ്ങളിൽ പോലെ ഇന്ത്യയിലൊക്കെ ഉള്ളതാണിത്. കുറച്ചുകൂടെ കിഴക്കോട്ട് തായ്ലൻഡിൽ പോയാൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത്രയും മനോഹരമായി വേറൊന്നുമില്ല. രണ്ട് കൈകളിൽ ചേർത്ത് വെച്ചു. അപ്പൊ ഇത് യേശുക്രിസ്തു ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേ വേറൊരാളോടെ വന്നു. അദ്ദേഹം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എപ്പോഴാണ് ചെക്ക് ചെയ്യാൻ പറ്റും, പ്രലോഭിപ്പിക്കാൻ പറ്റുന്നത് ഒരാശയം നമ്മൾ സജഷനെ ഉള്ളൂ. കയ്യെ പിടിച്ചിരിക്കാൻ തുറന്നു ഒരു വിശാല ഒരു മനുഷ്യനെ കൊണ്ട് നേരിട്ട് കയ്യെ പിടിച്ച് തെറ്റ് ചെയ്യിക്കാനുള്ളതിൽ അവരോട് തന്നെയാണ് ചെയ്യുന്നത്. സജഷൻ എന്ന് പറയുന്ന ആശയം അവർ കൊടുക്കാം. അവരെ അടുത്തൊന്ന് ചോദിച്ചാൽ അവരെ പറഞ്ഞോളാം. ദൈവം പറഞ്ഞത് ഓരോന്നിങ്ങനെ സജസ്റ്റ് ചെയ്യും. അങ്ങനെ അല്ലെ ഇങ്ങനെ ആയിരിക്കുന്നത് പോലെ. അപ്പൊ പ്രലോഭനം അടുത്ത് വരുന്നത് 40 ദിവസം കഴിഞ്ഞ് വിശന്നപ്പോൾ എടുക്കുമെന്ന് പറഞ്ഞ കഥ പറയും. അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി ഒന്നാമത്തെ നോബിലുള്ളത് വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞുള്ള ആ വാക്കധികം പറയാറുണ്ട്. ദൈവത്തിന്റെ വചനം. അതായത് വേദോത്സവത്തിൽ എപ്പോഴത്തെ പുതിയ പരിഷ്കാരം വന്ന് 8-ാം അധ്യായം 19-ാം വചനം എന്നൊക്കെ പറയും. വാക്യം എന്ന് പറഞ്ഞിട്ടാണ് വചനം. ദൈവം പറയുന്ന വചനമാണ്. വചനമാണ് പ്രവചനം. എല്ലാത്തിനും വചനം പ്രത്യേകിച്ച് പരിഷ്കാരം ഉണ്ട്. 8-ാം വചനം എന്നൊക്കെ പറയാൻ 12 വാക്യം എന്ന് പറഞ്ഞത്. ഇപ്പൊ മനുഷ്യൻ ജീവിക്കണമെങ്കിൽ ആഹാരം മതിയോ എന്നൊരു പറയാൻ ചോദ്യമാണ്. ഇത് ഫിലോസഫിയൊന്നും അല്ല, സാധാരണ ചോദ്യം. മനുഷ്യർക്ക് ജീവിക്കാൻ എന്തുള്ളത്? അപ്പൊ നമ്മൾ പറയും അടിസ്ഥാന ആവശ്യങ്ങളാണ് ആഹാരം, വസ്ത്രം, പാർപ്പിടം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ജീവിക്കാനുള്ളതുള്ളൂ. അതുകൊണ്ടാകുമോ എന്നാണ് ചോദ്യം. എന്ത് കിട്ടിയാൽ തൃപ്തിയാകും? ഒരിക്കലും തൃപ്തി വരാത്തുണ്ടെന്ന് വിജയം കൊള്ളാൻ പറയും. അപ്പൊ യേശുക്രിസ്തുവിന് മറുപടി പറഞ്ഞു, ആഹാരം വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം കൊണ്ട് മാത്രമല്ല, സെമിക്കോളൻ അത് വായിച്ചെടുത്തു. അപ്പൊ ഈ ദൈവവചനത്തിന്റെ ഉപയോഗം എന്താണ്? നമ്മൾ കാണാപ്പാട് പഠിക്കും ഒരു വാക്കുമായിരുന്നു ചന്ദ്രക്കൂടാതെ. ശരി, മനുഷ്യൻ ജീവിക്കുന്നത് ആഹാരം കഴിച്ച് മാത്രമല്ല, അല്ലെ ആഹാരം, വസ്ത്രം, പാർപ്പിടം. ഇതാണ് ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്. ക്ലോത്ത് വേണം, ഫുഡ് വേണം, വീട് വേണം. അതിനപ്പുറത്തോട്ട് നോക്കാൻ യേശുക്രിസ്തു പറയുന്നത് ഇങ്ങനെയൊരു സാധ്യതയുള്ളൂ. ജീവിക്കണമെങ്കിൽ ഇതുകൂടെ വേണം, ദൈവവചനം. അപ്പൊ പാരായണം എന്ന് പറയുന്നത് ചുമ്മാ വായിച്ചു വിടുക, അർത്ഥം അറിയാതെ വായിച്ചു വിട്ടിട്ട് ഒരു കഥയുമില്ല. കഥയില്ലായ്മ ഉണ്ടാകാൻ പാരായണം, ശ്രവണം. വേറൊരാൾ വായിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതിനെ ശ്രവണം. നമ്മൾ പ്രായമായി കഴിയുന്നത് അന്ന് വായിക്കാൻ വേറെ മറ്റൊരാൾ വായിക്കാൻ കേൾക്കും. അതാണ് ശ്രവണം. അതും ഈ ഭക്തിമാർഗങ്ങളൊന്നാണ്. ഭാഗവതത്തിലെ 9 ഭക്തിമാർഗങ്ങൾ പറയുന്ന ഒന്നാമത്തെ ശ്രവണം, കീർത്തനം 9. അപ്പൊ പാരായണം, വായിക്കുക. ദൈവവചനം വായിക്കുന്നത് കൊണ്ട് എന്നതാകുന്ന അത് ഉള്ളിലോട്ട് പോകും. അത് വെളിച്ചവും അഗ്നിയും ആണ്.
പിന്നെ ഞാൻ ഒരു ഡിഫൻസ് പോയപ്പോൾ ഞാൻ ആ കാൻഡിഡേറ്റിനോട് ചോദിച്ചു വെളിച്ചത്തെ കുറിച്ച് അദ്ദേഹം ഒരു വെളിച്ചം പറഞ്ഞു. യേശുക്രിസ്തുവിനെ ഈ മറുരൂപം തെറ്റായി നമ്മൾ പറയുന്ന അദ്ദേഹത്തിന്റെ മഹത്വ പ്രത്യക്ഷത മറുരൂപം എന്നല്ല ഇതിന്റെ പരിഭാഷ. ട്രാൻസ്ഫിഗറേഷൻ എന്ന് പറയുന്നത് ഫുൾ അർത്ഥമൊന്നും അതിനകത്തില്ല. അവിടെ വലിയ വെളിച്ചമാണ്. ആ ലൈറ്റിന് എങ്ങനെയാ പറയുന്നത്? നിങ്ങൾ സ്പിരിച്വൽ തിയോളജി ഡിസീസ് പഠിച്ചിരിക്കും. ഇവരൊക്കെ ചിലപ്പോൾ പഠിച്ചു കാണുന്നതായിരിക്കും. അതേ വിളിക്കുന്നത് അൺക്രിയേറ്റഡ് ലൈറ്റ്. ഇതൊക്കെ സൃഷ്ടിച്ചതാണ്. സൂര്യന് ചന്ദ്രനും ഒക്കെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സൃഷ്ടിക്കുകയാണ്. എന്നാൽ അങ്ങനെ സൃഷ്ടിക്കപ്പെടാത്ത വെളിച്ചം ആ വെളിച്ചം ക്രിയേറ്റഡ് ലൈറ്റ് ഉണ്ട്, അൺക്രിയേറ്റഡ് ലൈറ്റ് ഉണ്ട്. അതവിടുത്തെ ബൈബിൾ വേറെ എവിടെയെങ്കിലും ഈ വെളിച്ചം കാണാനുണ്ടെന്ന് ചോദിച്ചു. പുള്ളി ഒരെണ്ണം പറഞ്ഞു. മോശ കണ്ട ഉൾപ്പെടപ്പ് പേരിടാതെ കത്തുന്ന ഈ ജ്വാലകളുടെ വഴിയിൽ പാട്ടുണ്ടാകും. അഗ്നിയാണ്, ആരായി അഗ്നി? ദൈവം. പെന്തക്കോസ്തയിൽ നിറങ്ങുന്നു പരിശുദ്ധാത്മാവ്. ഏത് രൂപത്തിൽ? പിളർന്നിരിക്കുന്ന നാവുകൾ, പിളർന്നിരിക്കുന്ന നാവ്, അതും അഗ്നി. അപ്പൊ ഈ അഗ്നി എന്ന് പറയുന്നത് നോമ്പ് നിൽക്കുന്നു. നോമ്പിൽ വെളിച്ചമുണ്ട്, നോമ്പിൽ ജ്ഞാനമുണ്ട്, വിനയമുണ്ട്. അറിവും വിനയവും ഒന്നിച്ചറിയുന്നത് ശ്രദ്ധിച്ചു കൊള്ളണം. അറിവുള്ളയാൾ വിനയമുള്ളയാളായിരിക്കും. ഈ അത് അടിസ്ഥാന തത്വമാണ്. പഠിപ്പുള്ള ആളാണോ ആളുടെ ലക്ഷണമാണ് വിനയം. പഠിപ്പില്ലാത്ത പൊള്ളയാളുടെ ലക്ഷണമാണ് ആകാരം. ശരിയായ അറിവുള്ളവർ വിനയമുള്ളവരായിരിക്കും. അപ്പൊ ഈ പ്രപഞ്ചത്തിലോ പുറത്തോ ഏറ്റവും കൂടുതൽ വിനയമുള്ളതാർക്കാം? സംശയിക്കാതെ പറഞ്ഞു, ദൈവത്തിനാണ്. മനുഷ്യന്റെ അറിവിൽ ഏറ്റവും കൂടുതൽ വിനയം കണ്ടിട്ടുള്ള ദൈവത്തിന്. യേശുക്രിസ്തുവിനെ പോലെ ആരെയാണ് ഇത്രയുള്ള വിനയം ആരുണ്ട്? മഹാസമർത്ഥയായ ഒരു സ്ത്രീ. അവരെ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ആറാമതൊരുത്തൻ ഇപ്പൊ നിരീക്ഷുകളായി. ഇപ്പോൾ ആറാമതൊരു കാര്യം യേശുക്രിസ്തു പറയുന്നുണ്ട്. അപ്പൊ അത് ചോദിച്ചപ്പോൾ അവർ നിന്ന് വട്ടം കറങ്ങി. അവരെന്തോ ചെയ്തു? വിഷയം മാറ്റി. അവർ വിഷയം മാറ്റി. സാധാരണ വർഷത്തിൽ ആരാധനയെ കുറിച്ച് ആൾക്ക് പറയാൻ ഈ ഇടയിൽ മാറ്റി. ഇത് വായിച്ചവർ വിദ്യാർത്ഥികൾ അവർക്ക് അതുകൊണ്ട് ഈ സ്വകാര്യ ജീവിതത്തെ കുറിച്ചൊന്ന് വെളിപ്പെടുത്തിയപ്പോഴേ അവരുടെ പഴയ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറിച്ച് ഒരു അക്ഷരം ബാക്കി വരാനില്ല. നോക്കണേ, കുറ്റബോധമുള്ള മനസ്സ് നോക്കിലെ ഒരു കാര്യം ആയിരിക്കും. കുറ്റബോധം നീങ്ങിയെങ്കിലേ സ്വാതന്ത്ര്യം ഉണ്ടാകില്ല. ആദാം കുറ്റം ചെയ്ത് രക്ഷപ്പെട്ട് നമുക്ക് ഞാനല്ല ഇന്നാരുണ്ട്. അപ്പൊ മനസ്സിൽ കുറ്റബോധം എടുത്തുകൊണ്ട് ജീവിക്കാനും മരിക്കാനും പാടില്ല. ഇത് ഓർത്ത് വെച്ചോളൂ. കുറ്റബോധമില്ലാത്ത മനസ്സ് ആയിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സ്ത്രീ. അവര് അതീവ ബുദ്ധിയുള്ള ഒരാളാണ്. അവർക്ക് ലോജിക്ക് വെച്ച് പറയാൻ അറിയാം. ആരെയും വകവെക്കുന്ന ആൾ നാട്ടുകാരെ നോക്കി ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിലേക്ക് 5 കൊണ്ടോ 6 വേണം. എങ്ങനെ കൃഷി ചെയ്യാൻ അവർക്കറിയാം. അപ്പൊ അവരിങ്ങനെ ജയിച്ച് പോകുമ്പോഴേ ഒന്ന് തൊട്ടതേയുള്ള അവരുടെ ആ സ്വകാര്യ ജീവിതത്തിന്റെ കുഴുക്കുത്തുകളുടെ മധ്യത്തിൽ ഒന്ന് തൊട്ടു പേജുകൊണ്ടു. ഇതല്ലേ അതിന്റെ ജീവിതം ഒന്ന് ചോദിക്കാതെ ചോദിക്കില്ലേ? അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് ആള് മോശമല്ല, ഒന്നും പറയാൻ വയ്യ. ഉടനെ വിഷയമാക്കി. ഇവിടാണ് ആരാധിക്കേണ്ടത്, അവിടാണ് ചോദിച്ചു. അപ്പൊ സാധാരണ നമ്മളൊരു വിഷയം പറഞ്ഞ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയും നമ്മളാണെങ്കിൽ ഈ താറാവിനെ പറഞ്ഞിരിക്കും. പക്ഷെ എന്ത് ക്ഷമയുള്ള ആളാണ് യേശുക്രിസ്തു. അവർ വിഷയമായി ചോദിച്ചു, അതിനും മറുപടി പറഞ്ഞു. ഞാൻ അന്തിച്ചു പോയി വായിക്കുന്നു. ഇത്രയും ക്ഷമയുള്ള ഒരാളുണ്ടാവും. എന്തൊരു വിജയമാണ്. അവർ വിഷയം മാറ്റി അവരുടെ കാര്യം പറഞ്ഞു. നിന്റെ ജീവിതം ഇതാ, കുത്തടിഞ്ഞ പുസ്തകമാണ് എന്റെ ജീവിതം. അത് പറഞ്ഞപ്പോൾ അവരുടെ മുൻതടങ്ങിയിട്ടുണ്ട്.
വിഷയം മാറ്റിയപ്പോൾ ചോദിച്ച് അതിനോടുള്ള ആരാധനയെ കുറിച്ച് കാതലായ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. ഇത്രയും വിനയുള്ള ആളുണ്ട്. ദൈവവചനം അതാണ് അതിന്റെ കാര്യങ്ങൾ. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം ആഹാരം, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം എന്നാണ് പഠിപ്പിക്കുന്നത്. ആഹാരം എന്ന് പഠിപ്പിക്കുന്നത് നോട്ടീസിനായി ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം, അതിന് പ്രത്യേക അർത്ഥമുണ്ട്. ആഹാരം തെറ്റാന്നല്ല, പക്ഷെ അപ്പം ഒരു ഫിസിക്കൽ അർത്ഥമുള്ളതൊന്നും അങ്ങനെ ഇല്ലാതെ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. പിന്നെ വേറൊരു ആഹാരം കാണപ്പാടും അറിയാൻ നമുക്ക്. ഇതെല്ലാം മനപ്പാടുമാണ് നമുക്ക്. ഇപ്പൊ ദൈവവചനം ഭക്ഷിക്കാനുള്ളതാണ്. പഴയ സന്യാസിമാരുടെ കഥകളിൽ മരുഭൂമിയിലെ സന്യാസിമാരുടെ കഥകളുണ്ട്. അവരിങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഞാൻ നിങ്ങൾ എന്താ ഇനി കഴിക്കുന്നു? കഴിക്കുന്നു, കഴിക്കണം, നിങ്ങൾ കഴിക്കും. ദൈവവചനം ആർക്ക് മനസ്സിലായി ഈ ഭാഷ? അപ്പൊ ഇത് ബൈബിളിന്റെ പാരായണം, മനസ്സിലുള്ള പാരായണം വെറുതെ ഭാവിച്ചു കൊടുക്കുന്നല്ല. കാര്യമായി പറയും. ഇപ്പൊ ദൈവവചനം ഇന്ന് ജീവിക്കാനുള്ളത് നോക്കിലെ മറ്റൊരു പാഠമാണ്. എന്താ ഇങ്ങനെ സാധാരണ കവിഞ്ഞ പ്രാർത്ഥനകളും വ്യത്യസ്ത പ്രാർത്ഥനകളും ചൂടുമൊക്കെ മാറുന്നത്? അപ്പൊ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെയും ചൂടുണ്ടാവും. ആ ഒരാഴ്ചത്തേക്ക് മാത്രമുള്ള ചൂടുണ്ട്. എന്തിനാണ്? നമ്മുടെ ശ്രദ്ധയെ സാധാരണ മാറ്റി അസാധാരണമായ ഏതോ ഒന്നിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെയാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞ മറുപടി, മനുഷ്യൻ ഓർത്തുകൊള്ളൂ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് നിങ്ങൾക്ക് വലിയ രാജാവിൽ അതിനപ്പുറത്തേക്കുള്ളൂ. ഇതുകൊണ്ട് മാത്രം പറ്റില്ല. അത് വേണ്ടാന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് മാത്രം ഒപ്പില്ല. ദൈവത്തിന്റെ വായുന്നുള്ള വചനം അത് പഠിക്കാനുള്ളതാണ്. ഈ പഠിക്കാൻ ജീവിക്കണമെങ്കിൽ പഠിക്കണമല്ല, ഇത് പഠിക്കാതെ പഠിക്കും. പിന്നെ അങ്ങോട്ട് അതിനെ യേശുക്രിസ്തുവിന്റെ ഉറവിലേക്ക് വർണ്ണിക്കാനല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിനുള്ള അതിനോട് ഓരോ നേരിടുന്ന രീതി അത് ഈ നോമ്പിൽ പഠിക്കാനുള്ള കാര്യമായതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഏതായാലും ഈ പഴയ നിയമകാലത്തുള്ള പാരമ്പര്യം അത് യേശുക്രിസ്തു തുടർന്ന് അദ്ദേഹം 41 ഓർമ്മ പുറത്ത് വന്നതിനെയാണ്. വെള്ളം പോലും കൊടുക്കില്ല, അതിന് മുമ്പേ കയറി കുലുക്കി. അതിന് മുമ്പേ ഓരോ സജഷൻ പറഞ്ഞു വരും. അപ്പൊ നല്ലപോലെ നോക്കുന്നതിനെ ആര് പിടിക്കും? ചിന്തിച്ചു നോക്കിക്കോ. ആരെങ്കിലും മനസ്സ് ശുദ്ധമാക്കാൻ ശ്രമിച്ചാൽ, കുറ്റബോധമില്ലാത്ത മനസാക്ഷി ഉണ്ടാകാൻ തീരുമാനിച്ചാൽ, അല്പം ഒരു നിയന്ത്രണം വെച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ ആർക്ക് സഹിക്കത്തില്ല? അത് മനസ്സിൽ വെച്ചോണം. എങ്ങനെയും തിരിഞ്ഞിരിക്കും. വേണ്ട എന്നോട് കഴിയും. ഇത് നോമ്പിൽ സംഭവിക്കാവുന്ന നോർമൽ നമ്മൾ തോന്നിയ അപകടം, സാമാന്യമെന്ന് തോന്നുന്ന വലിയ അത്യാഹിതമാണിത്. ശരിയായ ആരെങ്കിലും ഒന്ന് നോക്കാനുണ്ടെങ്കിൽ തീരുമാനിച്ച് അവരെ ഒന്ന് പിടിക്കുക. ആദ്യം പിടിക്കുന്നില്ല, മനസ്സിൽ കൂടെ സജഷൻ വന്നു പോകും. നാളെ അസുഖം പിടിച്ചാൽ ആരൊക്കെ നോക്കാൻ? നിങ്ങളിപ്പോ ഉപവാസം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നാളെ സുഖമില്ലാതെ കിടന്നാൽ ആരറിയാൻ നോക്കാൻ? ഒരു ചിന്തയാണ് ഇത്. ഞാൻ ഈ പറഞ്ഞ എന്റെ സ്വന്തമല്ല. ഈ കിഴക്കൻ ഓർത്തഡോക്സ് പാരമ്പര്യത്തിലെ സന്യാസിമാർ 4ാം നൂറ്റാണ്ട് 5ാം നൂറ്റാണ്ടിലേക്ക് പറയും. ഇന്നത്തെ സന്യാസിമാർക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളായി പറയുന്നു. ഇപ്പൊ ഒന്നും കഴിഞ്ഞില്ലേ, നാളെ വന്ന് റൂമിൽ കിടന്നാൽ ഈ കാണുന്ന ഒരൊറ്റ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. അവർ ഒരു കഴിച്ച് വിലപ്പെട്ടിരുന്നോ? നല്ല കാര്യമില്ലേ? ഡെഡ്ലി തോട്ട്സ് എന്നാണ് പറയുന്നത്. മാരകമായ ചിന്തകൾ. ഇത് കൂടുതൽ ഉണ്ടാകുന്നു. ഓർക്കോ, മാരകമായ ചിന്തകൾ ഏതെങ്കിലും നമ്മള് ഒരു നേർവഴിക്ക് തിരിയാൻ ചോദിച്ചാൽ എങ്ങനെയെങ്കിലും റോഡ് ബ്ലോക്ക് ഉണ്ടാക്കി തടസ്സം ഉണ്ടാക്കാനുള്ള ശക്തികളുണ്ടെന്ന് വിചാരിച്ചാണ്. നിർമ്മലമായി. ഇപ്പൊ നിർമ്മലമായ വാക്കിൽ പോയി നമ്മുടെ ആരുടെയും ജീവിതത്തിൽ നിന്ന് നൈർമല്യം എന്നുള്ള വാക്ക് ശോഷിച്ചില്ലാതായി. നൈർമല്യം ചുറ്റി ശുചിത്വം എന്നൊക്കെ പാടുന്നതേ ഉള്ളൂ. ഇത്ര അഴിഞ്ഞ ഉത്തരമായ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടായിട്ടില്ല ഈ പ്രപഞ്ചം ഉണ്ടായത് മുതൽ.
മൂന്നോമ്പിൽ ഒരാൾ പ്രസംഗിക്കാൻ വേണ്ടി കേട്ടില്ല, ആരാ പോയത്? യോനാവും. എന്താ പോകാൻ കാര്യം? അവിടുത്തെ മനുഷ്യര് മോശമായി, അവിടുത്തെ മനുഷ്യര് മോശമായി. അതുകൊണ്ട് അവരെ പെട്ടെന്ന് നശിപ്പിച്ചില്ല. അവരെ ശരിയാക്കാൻ ദൈവത്തിന്റെ ദീർഘക്ഷമ നോക്കണം. അങ്ങനെ വിട്ട് അത് മാനസാന്തരപ്പെട്ടു. അതാ നമ്മൾ നോക്കും നമ്മൾ മാനസാന്തരം ഇല്ലാതെ അവർ മാനസാന്തരപ്പെടുകയും ചെയ്യും. അതാണ് ഗതികേട്. അപ്പൊ യേശു ക്രിസ്തുവിനെ നേരിടുന്നതിന് നമുക്കൊരു പാഠം തന്നതാണ്. അദ്ദേഹം തോന്നുക അതിനൊക്കെ അപ്പുറത്ത് ഒരാൾ പറയാനില്ല. യേശു ക്രിസ്തു 40 ദിവസത്തെ അതികഠിനമായ വ്രതം പറഞ്ഞ ശബത്താണ്. അത് കഴിഞ്ഞ് വന്ന് ആദ്യം പ്രലോഭനം എന്നുള്ള സ്ഥലത്തേക്ക് നല്ല സജഷൻസ് ആയിരുന്നു. ഒന്നും മോശമായിട്ട് നൽകുകയും ഒന്നും പറഞ്ഞില്ല. അവർക്ക് ചാടിക്കാനും ഗലിയെടുത്തില്ല. ഗോപുരം ചെയ്തിട്ട് അവർ ചാടിക്കുമെന്ന് പറഞ്ഞേ ഉള്ളൂ. ഗലിയെടുത്തില്ല. ഓർക്കണം, ചാടുക തന്നെ. നോമ്പുകാർക്ക് ഇതുപോലെ തന്നെ ചിന്തകൾ മനസ്സിൽ വരുന്നത് കൊള്ളാതെ ഏതെങ്കിലും രീതിയിൽ നമ്മളെ തിരിക്കാൻ പഴയതുപോലെ മോശക്കാരാകാനുള്ള സാഹചര്യങ്ങളെല്ലാം ഈ കേരളത്തിലുണ്ട്, സമൂഹത്തിലുണ്ട്. അവിടെ ദാനധർമ്മം അത് ഒത്തിരി സുഹൃതം നൽകുന്നതാണ്. നല്ല പ്രവൃത്തി, നല്ല മനസ്സാക്ഷി, മനസ്സലിവ്, ഭയം. ദയില്ലാത്ത മനസ്സിൽ പഠിക്കുന്ന ഒരു കാലമാണ് തോന്നുന്നു. ദാനധർമ്മം ചെയ്യാൻ ആ സമയത്തേക്ക് മാത്രമല്ല, നോബിൽ പഠിക്കുന്ന ലെസൺസ് ഒന്ന് കഴിഞ്ഞാൽ തുടരണമെന്നാണ്. ദാനധർമ്മവും മനസ്സലിവും പിന്നീടാണോ നോബിൽ പഠിച്ചെങ്കിൽ അത് 50 ദിവസം കഴിഞ്ഞാൽ ഇത് തുടരണം. ഇതാണ് നോബിൽ നമ്മൾ ഇതുവരെയും മനസ്സിലാക്കിയിട്ടുള്ള തീരുമാനം. 50 ദിവസം എങ്ങനെയും കളിക്ക് പിടിച്ചിരിക്കും. വന്ന് വലിയില്ല, മുടിയില്ല, ഒന്നുമില്ലാതെ ഇങ്ങനെ 50 പേരിലൊക്കെ കൊണ്ട കേരളത്തിൽ കൊട്ടാത്തിയതാണ് പൊട്ടുകൊട്ടുമെന്ന് പറയുന്നത്. അതുപോലെ ഇല്ലപ്പില്ല, അതിന് റിസോഴ്സിന്റെ പറഞ്ഞു പൊട്ടത്തില്ല. ആൾക്കാർ എന്താ പൊട്ടത്തില്ലെന്ന് പറഞ്ഞു. ഒരു രാഷ്ട്രീയക്കാരുടെ ഇപ്പൊ പൊട്ടുകൊണ്ടിരിക്കുക. അന്ന് ഞാൻ പറഞ്ഞു ഇവരെല്ലാം അധ്യാപകർ അതിന്റെ താഴെയാണ്. പൊട്ടു അവിടെ പോയി പോകും. അപ്പൊ ഈ വാക്കുകൾ നമ്മൾ ഒത്തിരി പ്രസംഗം പറയും, ഒത്തിരി കേൾക്കും, കുമ്പിടിയിലുണ്ട്, നീട്ടി പാടുകയും ഒക്കെ ചെയ്യും. കോർണർ മീറ്റിംഗ് അല്ലാത്ത മീറ്റിംഗ് എല്ലാം നമുക്കുണ്ട്. പക്ഷേ മനുഷ്യനുള്ള സ്വഭാവ വൈകൃതങ്ങൾ, മോശമായ വികാരങ്ങൾ അതൊന്നും പിടിച്ചു നിർത്തിയില്ലെങ്കിൽ ഒരു വിശേഷം ഉണ്ടാകാൻ പോകുന്നില്ല. എന്തെല്ലാം അനുഷ്ഠാനങ്ങൾ ചെയ്താലും പട്ടപൂജ്യം. അത് പഠിക്കുന്നത് വരെ നമ്മളിനി ഇപ്പോഴും കൊച്ചു വിദ്യാർത്ഥികൾ 1ാം ക്ലാസ്സിൽ എപ്പോഴും പഠിക്കുന്നു. മുന്നോട്ട് വളർന്നിട്ടില്ല, ഡിഗ്രി എടുത്തിട്ടില്ല. അവിടെ മനസ്സരിവിന്റെ ഒരു വലിയ പാഠമുണ്ട്. പ്രത്യേകിച്ച് വലിയ നോമ്പ് മനസ്സരിവിന്റെ പാഠം. ഏത് സുവിശേഷത്തിൽ എത്ര അധ്യായത്തിലാണ് നല്ല ശബരിക്കാരന്റെ ഉപമാണ്? പുസ്തകത്തിൽ നോക്കാൻ പറയുന്നു. ഏത് സുവിശേഷമാണ്? ആണോ? പുരുഷന്മാരൊറ്റ കുഞ്ഞു ആവാക്കില്ല. നിങ്ങൾ പോയിട്ട് അവർക്ക് അറിയാമെന്നാണ് പറയാം. എല്ലാം പഠിക്കരന്മാരായിരിക്കും. എല്ലാം പറയുന്നത് അതൊക്കെ അവരുടെ പറ്റി സ്ത്രീധനങ്ങൾ. നിങ്ങൾ അതൊക്കെ വായിക്കുക, ഭക്തി കൊടുക്കുക. അവർക്ക് ഇതിന്റെ ഭക്തി കൂടുതലാണ് നിങ്ങൾ പറഞ്ഞു എടുത്തിരിക്കും. 14 സാറ് വേണ്ടിരിക്കുന്നത് കാമനികളൊക്കെ നോക്കി അതിനകത്ത് നല്ല ശബരിക്കാരുടെ കാരണം അല്ലാതൊന്നും ഇല്ല. നമ്മൾ കൊടുക്കുന്നല്ല. ഗുഡ് സമായിട്ടൊന്നില്ല, സമായിട്ടെന്ന് മാത്രമേ. അപ്പൊ ആ കഥയിൽ യേശുക്രിസ്തു പറഞ്ഞു, ഏതോ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് കഥ പറഞ്ഞത്. ഏത് ചോദ്യം പറഞ്ഞത്? എന്റെ അയൽക്കാരനാണ്. അയാൾക്ക് 2 കൽപ്പന തന്നിരിക്കുന്നു. എല്ലാ കൽപ്പനയും കൂടെ കാറ്റിക്കൊടുത്താൽ തന്നെ ഏതൊക്കെയാണ്?
ഈശ്വര സ്നേഹം, സഹജീവി സ്നേഹം, ലവ് ഓഫ് ഗോഡ്, ലവ് ഓഫ് നെയ്ബർ. സർവമാന കൽപ്പനകൾ ഒന്നിച്ചെടുത്ത് അടിച്ചു രണ്ടായിട്ട് മാറുന്നത്. ഇത് വളരെ തുറന്നു തന്നെയാണ് കുട്ടി പിള്ളേർക്ക് പറഞ്ഞത്. അപ്പോ കേട്ടോണ്ടിരുന്ന നമ്മുടെ ഞാൻ ആരാണ് ആൾക്കാർ ഒന്ന് വട്ടക്കാക്കാൻ വേണ്ടി പോയിട്ട് അതിന് മറുപടി പറഞ്ഞ ഒറ്റ വാക്കിലോ വാക്യത്തിലോ ആ കഥയാണ് വളരെ പ്രശസ്തമായിരിക്കുന്ന, നമ്മൾ ഒത്തിരി ചിന്തിപ്പിക്കുന്നതാണ്. ആ യേശുക്രിസ്തു പറഞ്ഞ ഉപമ പാരബിൾ നടന്ന സംഭവം കാണണമെന്നില്ല. അതിനകത്ത് ഒരു മനുഷ്യൻ യാത്രയിൽ ശത്രുക്കള് കള്ളന്മാർ ഹൈവേ റോബറിയാണ് ശരി വന്ന് മനുഷ്യരെല്ലാം കട്ടുകൊടുക്കും. കൈയുള്ളതെല്ലാം അപഹരിച്ചുകൊണ്ട് പോകും. അത് ചിലപ്പോൾ ഒന്നേക്ക് പോകും, ചിലപ്പോൾ അതിലും കൂടുതൽ ചെയ്യും. അങ്ങനൊരു സംഭവം ഉണ്ടാക്കി. യെരൂശലേമിൽ എരിഹോയിൽ 2 പട്ടണം വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പശ്ചാത്തലമാണ് യഹൂദനായിരിക്കാൻ അല്ലായിരിക്കാൻ നമുക്കൊരു പിടി. അങ്ങനെ പോകുന്ന ആളിനെ ആക്രമിച്ചു, അടിച്ച് വെട്ടിക്കുത്തി എല്ലാം മുറിവേറ്റ് സൈഡിൽ കിടക്കുന്നത് ഉണ്ടാകാൻ ഉപ്പാനുകളുടെ അടുത്ത് പോയിട്ടോ കയ്യിലുള്ളതെല്ലാം അപഹരിച്ചുകൊണ്ടുപോയി. അതെല്ലാം വേറെ അവിടെ കിടക്കുക. അതിന് പലരും കടന്നുപോയി. ഒരുത്തം വന്നു, അത് ഞാൻ ശബരിയക്കാരൻ. ശബരിയക്കാരെ കണ്ടാൽ കാർത്തിക് വെക്കുമ്പോഴല്ലേ കൂടുതൽ അത് വിശ്വാസം. പശ്ചാത്തലം വേറെ, എന്തുകൊണ്ടാണെന്നുള്ളത് വേറെ ഒരു വലിയ കഥയാണ്. അപ്പൊ അവിടെ ഇരിക്കുന്ന ഒരാൾ വന്ന് കഴുതപ്പുറത്താണ് യാത്ര. സൈക്കിളും കാറും ഒന്നുമില്ല, കഴുതപ്പുറത്താണ് വരുന്നത്. അയാൾ നോക്കിപ്പോലെ ആരോ ഒരു മനുഷ്യനവിടെ കിടക്കുന്നു. ആരാന്നറിയില്ല, നീങ്ങുന്നില്ല, മുറിവേറ്റ ആളാണ്. ചെന്ന് നോക്കിയിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. ഈ വസ്ത്രം കൊണ്ടൊക്കെയാ എന്ത് റാങ്കാണ് അയാൾക്ക്? പോലീസുകാരനാണോ അല്ല ഉദ്യോഗസ്ഥനാണോ പട്ടാള ഉദ്യോഗസ്ഥൻ? അങ്ങനെ എന്തെങ്കിലും ഒരു അടയാളം വേണം. സോഷ്യൽ റാങ്ക് അതിന് മാർക്കില്ല. ഇതെല്ലാം എടുത്തോട്ട് പോയി. അയാൾ ചോദിച്ചറിയാൻ വാർത്തകളിൽ മുറി കഴിക്കുന്നുണ്ടാകാൻ കണക്കിലുള്ളത്. അർത്ഥപ്രാണനായിട്ട് വീടിനല്ലോ കിടക്കുന്നു പറഞ്ഞാൽ അർത്ഥപ്രാണനായിട്ടുള്ള അവിടുത്തെ നീ മനുഷ്യൻ നോക്കി തോന്നുന്ന രക്ഷയില്ല. ഭംഗിയുണ്ട്. കഴുതപ്പുറത്ത് വെച്ചു അതിന് മുറിവെല്ലാം ഇന്നത്തെ ഫസ്റ്റ് എയ്ഡായ എണ്ണയും ജീവനും വെച്ചത് ശക്തിക്കാരിക്കലും പരിപാടിയാണ്. ഫസ്റ്റ് എയ്ഡ് ഇത് കൊണ്ടുപോയി കത്തിക്കൊണ്ടുപോയി കഥ അറിയാനുള്ള അതിൽ അയൽക്കാരാണെന്ന് ചോദിച്ച് മറുപടിയും കിട്ടും. അതിനകത്ത് വലിയൊരു പ്രപഞ്ച സത്യം അടങ്ങിയിട്ടില്ല. നോക്കി ഓർത്തുകൊള്ളു. ഓരോ വ്യക്തിയും ശ്രദ്ധിച്ചോണം, ഓരോ വ്യക്തിയും അമൂല്യമാണ്. ഭിക്ഷക്കാരനായിരിക്കാം, മന്ത്രി പുങ്കവനായിരിക്കാം, ഹെഡ്മാസ്റ്ററായി, പാവപിടിച്ച പത്രനായിരിക്കും, കൂലിവേലക്കാരനായിരിക്കും, ആരും ആവട്ടെ, ഓരോ വ്യക്തിയും അമൂല്യമാണ്. മൃഗം പിടിച്ചു കിടക്കുന്നവൻ രാസം അവനും കൊണ്ട് അവൻ വിലയുന്നത് തിരിച്ചുകൊടുക്കാതെ അവനാ വിലയുന്നത്. ഇപ്പൊ വ്യക്തിക്ക് വളരെ വില ദൈവം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരാളിനെ ആക്ഷേപിക്കാൻ എങ്ങനെ കഴിയും? അവഗണിക്കാൻ എങ്ങനെ സാധിക്കും? ഓർത്തുകൊള്ളു. നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ചിലപ്പോൾ അയാൾ പള്ളി പഴകുന്നതിന് പള്ളി കാരണമില്ല, 110 കൊല്ലമായിട്ട് ഞാൻ എന്റെ കുടുംബമായി ഞങ്ങളായിട്ടുണ്ട് പരീക്ഷ. പഴയ കൊല്ലത്തെ എത്തിപ്പാണിയാൻ സിനിമ കാലം ചെയ്തു. അദ്ദേഹം വലിയ രസികനാണ്. പള്ളിയിൽ പോയി കൊള്ളിയോണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ വഴക്ക ഒരുക്കപ്പെട്ട എന്റെ വെഞ്ചിയപ്പനാണ് ഈ പള്ളി വളരുന്നത്. അദ്ദേഹം വലിയ പ്രാശാനിക്കും. വലിപ്പച്ചേർക്കും ഒക്കെ നല്ലപോലെ പള്ളി വന്നിട്ട് പറയും, ഞങ്ങൾ ഇത്രയോ കൊല്ലമായി പള്ളി പഠിച്ചു ഇവരിങ്ങോട്ട് എടുക്കാണ്ടെന്ന് വന്ന ഇപ്പോൾ അവൻ ട്രാൻസ്ഫർ വാങ്ങിച്ചിട്ട് വന്നിരിക്കാൻ 7 കൊല്ലം അവനവർ ഭരിക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങളെ. ഇങ്ങനെ മനോഭാവം. ഈ പകയൊന്നും നീങ്ങാതെ എന്തും ബോംബ്. മനുഷ്യനാകണം ആദ്യം. പിന്നെ വേണം ചട്ടവട്ടവും ഒക്കെ പഠിക്കാനും പഠിപ്പിക്കാനും.
ഒന്നാമത്തെ കാവലിക്കാൻ ഭയങ്കര ആരായിരുന്നു? മുറിമാറ്റത്തിൽ ദീപാനിയോസ്. അദ്ദേഹത്തിന്റെ അന്നത്തെ അദ്ദേഹത്തിന്റെ പരാമർശം ചട്ടം നടത്തുന്ന മുറിമാറ്റൽ എന്നാണ്. കറക്റ്റ് പ്രിൻസിപ്പിൾ നിൽക്കുന്നയാൾ ചട്ടം നടത്തുന്ന മുറിമാറ്റം എന്ന അദ്ദേഹത്തെ പറഞ്ഞു. അപ്പൊ ഈ യേശുക്രിസ്തു പറഞ്ഞ കഥയിൽ ആ വ്യക്തിയെ വേണമെങ്കിൽ അവതരിക്കാം. പക്ഷേ ശല്യക്കാരനാണ്, അവനെ എപ്പോഴും തള്ളിക്കളയും. അവനൊരു മനുഷ്യനാണ്, ആരാണ് അറിയാൻ, എവിടുകാരനാണ് അറിയാൻ, ധനവാനാണോ ദരിദ്രനാണോ എഡ്യൂക്കേറ്റഡ് ആണോ ഒന്നും അറിയാതെ. പക്ഷെ ആ വ്യക്തിയെ മാനിച്ചു. അതാണ് ദൈവത്തിന്റെ സ്വഭാവം. ഇംഗ്ലീഷ് ഞാൻ പറയാൻ അവിടെ ഇരുന്ന് ഇംഗ്ലീഷ് അറിയാവുന്നതല്ല. എവ്രി ഇൻഡിവിജ്വൽ ഇസ് പ്രഷ്യസ്. പറഞ്ഞതിനാണ് കാണപ്പാട് പഠിച്ചു. എവ്രി ഇൻഡിവിജ്വൽ ഇസ് പ്രഷ്യസ്. ഓരോ മനുഷ്യ വ്യക്തിയും അമൂല്യമാണ് ദൈവദൃഷ്ടി. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ദൈവം മനുഷ്യരെ ആദരിക്കും. അത്രയും മനുഷ്യന് വേണ്ടി ചെയ്യുന്ന ആളാണ് ദൈവം. നമ്മളെ സ്നേഹിക്കുക മാത്രമല്ല, നമ്മളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ദൈവം. നമ്മൾ എന്തെല്ലാം 3 ദിവസം കാണിച്ചാലും വിട്ടുകളയത്തില്ല. പിന്നെ ക്ഷമിച്ചിട്ട് ഒരു അവസരം കൊടുക്കരുത്. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നാളെ അതിന്റെ പറയും. ഇന്ന് നിങ്ങൾ പിന്നെ ഒരാൾക്ക് എഴുതുന്നു, ഇന്ന് നിങ്ങളപ്പം അവസരം തന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു കാലത്ത് ഈ നോമ്പ് കാലം എന്ന് പറയുന്നത് നമുക്ക് ഒരു ആകപ്പാടെ ഒരു പുതുമയാണെന്ന് നമുക്ക് തോന്നും. ആരെ കാണിക്കാനും ബോധ്യപ്പെടുത്താനും ഒന്നുമില്ല. ഭക്തി നടിക്കാൻ ഒരു ഉത്തരം ചെയ്യും. ഭക്തി നടിക്കാനൊന്നുമല്ല, അതൊന്നും ഒരു പ്രയോജനമില്ല. നമ്മുടെ ഉള്ളിൽ വെളിച്ചം ഉണ്ടാകുകയും പൗരസ്ത്യ ആത്മീയതയുടെ കാവൽ എന്ന് പറയുന്നത് എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ട്. രാമകൻ അനർത്ഥത്തിൽ, സൗഭാഗ്യത്തിൽ, സന്തോഷത്തിന്റെ കൊടുമുടിയിൽ, നിരാശയുടെ പടുകുഴിയിൽ എന്റെ കർത്താവ് എന്റെ കൂടെ. ഇതൊരു വലിയ കയ്യില. പർവ്വതങ്ങൾ കുഞ്ഞി തവതത്തെ വീണാലും സമയത്ത് ഞാൻ ഭയപ്പെടുകയില്ല. അത് വലിയ ആത്മധൈര്യമാണ്. അപ്പൊ ഈ ഒരു കാര്യം ഓർത്തു. നമ്മുടെ വലിയ പഴയ കിഴക്കൻ സഭയിലെ പിതാക്കന്മാർ ഒന്നിരിക്കുന്നതാണ് ഈ കർത്താവിന്റെ കൂടെയുള്ളത്. ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങി റോഡ് പോയി കഴിഞ്ഞാൽ കർത്താവ് ഏരിയ പോയി കഴിയാം, നമ്മളങ്ങ് പോകും. അപ്പൊ ഇങ്ങനെ ഒരു ബോധ്യമുണ്ട്. ഇപ്പത്തെ സൂക്ഷിച്ചു ചെയ്യും. കർത്താവ് കൂടെ ഈ കുണ്ടാവണിയൊക്കെ ചെയ്യാൻ കുടിക്കുന്ന പൈപ്പ് വീട്ടിൽ വെച്ചാൽ ഷാപ്പിൽ പോകുന്നില്ല. നമുക്ക് കുടിക്കുന്ന പഴയ എല്ലാവർക്കും ഞാൻ കുടിയിട്ടില്ല കഴിയാൻ. അപ്പൊ ഓർത്തോളൂ, കർത്താവ് എന്റെ കൂടെ ഉണ്ട്. അതെല്ലാം കണ്ടോണ്ടെങ്കിലും ഇരിക്കുകയാണ് ചുറ്റുണ്ട്. ദേവാലയത്തിൽ കൊണ്ടാരത്തിക്കൊണ്ടിരുന്ന ആളെ വരുന്ന മനുഷ്യനെ കൊണ്ടിരുന്നത് വലിയ വാർത്താരി ഞാൻ പഠിക്കുമ്പോന്ന് വീഴുന്നു. മെറ്റലാക്കി വളരെ ശബ്ദം വെക്കും. അതിൽ എനിക്ക് എന്തുമാത്രം കാശ് കൊടുത്തിട്ട് പറഞ്ഞ് അവനെ കൃഷിയാക്കണമെന്നുള്ള ആവശ്യം നമ്മൾ പറയും. ദേശകൃത രസിച്ചിരിക്കുക. അപ്പോഴാണ് വലിയപ്പോൾ കൂലിക്കൂലി വന്ന് മലക്കുട്ടിന്ന് 2 പൈസ കിട്ടിയിട്ടുള്ളൂ. എന്തോ കാണാൻ നമ്മൾ ഒരിക്കലും പറയാത്തതാക്കണം. ആ സ്ത്രീയുടെ ഹൃദയാഘാതത്തോട് എന്തോ അവരാരും കിട്ടിയില്ല. ഒരു കിലുക്കവും കേട്ടി കുഞ്ഞു വന്നു നേക്കാൾ കുഞ്ഞു കുടിച്ചു പോയി. അപ്പൊ എവിടെയാ മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തിയെ ആദരിക്കണം ആരായാലും. കാരണം ദൈവം ആദരിക്കും. മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം ഈ പാഠം നമ്മൾ നോക്കി പറയും. ആരെയും കൊച്ചാക്കാൻ പാടില്ല, ആരെയും നിന്ദിക്കരുത്. ബൈബിൾ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണ്. ആരെയും നിന്ദിക്കരുത്. ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യമാണ്. ഏറ്റവും നിന്നാമാത്രമായ യേശുക്രിസ്തു. ആരെയും നിന്ദിക്കരുത്, ദൈവത്തിന്റെ കൽപ്പനയാണ്. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ മുറപ്പിലായാൽ ഏകദേശം ഒരു വസ്തുവിന് മതിൽ ഇടുന്ന പോലെ ജീവിതത്തിൽ ഒരു മതിൽ കാണും. പിന്നെ 51 സുഹൃത്ത് അവസാനം മതിൽ കെട്ടണമെന്ന് പറയുന്നത് ഊർജിന്റെ വീടിന്റെ കിടക്കുന്ന മതിൽ പണിയണമെന്ന് അത്ഭുതമാണ് ഭാവിച്ചാൽ
ഒരു മനുഷ്യജീവിതത്തെ കുറിച്ചേ പറയുന്നത്, ജെറുസലേമിനെ കുറിച്ചല്ല. പള്ളിക്കപ്പം ജെറുസലേം ഇടിഞ്ഞു പോയ ജീവിതത്തിന്റെ മതിലുകൾ കെട്ടി സുരക്ഷിതമാക്കണമേ എന്ന് പറയുന്ന അമർനാഥത്തിന്റെ അവസാനം നമ്മൾ വായിച്ചു പോയി, കലകരാതെ വായിച്ചു പോയി. മതില് പണിയണമേ വലിയ ശാസ്ത്രജ്ഞർ ഇതാണ് നടക്കും. എവിടെയൊക്കെയോ മതില് പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തി സുരക്ഷിതമാക്കണം. അപ്പൊ അകത്തിരിക്കുന്ന ആൾ സുരക്ഷിതമായി. ആ മതിൽ ദൈവകൃപയാണ്, ആ മതിൽ നോമ്പാണ്, ആ മതിൽ സ്നേഹമാണ്, അതിൽ വെളിച്ചമുണ്ട്. യഹോവ എന്റെ വെളിച്ചം. അത് വല്ലാത്തൊരു വാചകമാണ്, യഹോവ എന്റെ വെളിച്ചം. ബൈബിളിൽ നിങ്ങൾ ചില കുറിവാക്യങ്ങളുണ്ട്, അതിനെ വേണമെങ്കിൽ മഹാവാക്യം എന്ന് വിളിച്ചോ. ഉപനിഷത്തിന്റെ പ്രയോഗമാണ് മഹാവാക്യം. അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നല്ല ഈ തട്ടുപൊളി പ്രസംഗങ്ങളൊന്നും തോന്നുന്നില്ല, പ്രതികരിക്കാൻ അറിയാൻ പറ്റില്ല. കാരണം അതുകൊണ്ട് ഞാൻ എങ്ങനെ ഈ പറയുന്ന വാക്കുകൾ ടീച്ചിങ് പള്ളിപ്രസംഗം ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അത് മനുഷ്യർക്ക് മനസ്സില്ല, ആരും ഉറങ്ങത്തില്ല. ഞാനിങ്ങനെ ഒറ്റക്കാരിക്കാൻ തോന്നി ഇല്ലെങ്കിൽ ആട്ടോ നടക്കും മുമ്പോട്ടും അതോട്ടും കൈകോട്ടും ഇങ്ങനെ ആയിക്കോടിയിരിക്കും. നല്ല തകർന്ന പ്രസവം ഇവിടെ ഉറക്കം ഇങ്ങനെ വല്ലാതെ നിൽക്കും. അതുകൊണ്ട് നിതോടികളുടെ പിള്ളേരെ ചിലപ്പോഴേ അതുകഴിഞ്ഞ പ്രസംഗം തുടങ്ങി ഇച്ചിരി ചൂടാകുന്ന മുപ്പത്തിനായിരം കഴിഞ്ഞ് ഉറങ്ങും. ഈ കാര്യം തമ്മിൽ നിങ്ങൾ വിചാരിക്കുന്നില്ലേ പിള്ളേരുടെ മോശക്കാരാണ്, അവരെല്ലാം ഇതുവരെ ഇരിക്കുക ഞാനിതോട് ചെയ്യുന്ന ഇവരെല്ലാം സമയമല്ല എടുത്ത് പ്രത്യേകം കാണുന്നതാണ്. മൊത്തത്തിൽ അടിച്ച് വെളിയിൽ പഠിക്കുന്നത് ഇന്നതിന് ഉറങ്ങുന്നുണ്ടെന്ന് നോക്കാം. അപ്പൊ ഉറങ്ങുന്നവനെ ഉണരുക, ഇതാണ് മുമ്പ്. ഇവിടൊക്കെയോ കപടനിദ്രയിൽ ശ്രദ്ധിച്ചോണം, കപടനിദ്രയിൽ ഏതൊക്കെയോ കപട സുഖസുഷുപ്തിയിൽ തുടർന്നുകൊണ്ട് പറയുന്നു ഉറങ്ങുന്നവനെ തല്ലി ഉണർത്തി എഴുന്നേൽക്കുന്നു, നിന്നെ ബലം ധരിച്ചുകൊണ്ട്. ഇതിനാണ് നോമ്പ്. വേറെയാകട്ടെ പാരായണം വേണം. 3 ദാ പറഞ്ഞില്ലേ, ദത്ത, ദയത്വം, നാണ്യത. ദാനം, ദാനശീലം, മനസ്സിന് ദയ തോന്നുന്നത്, സെൽഫ് കൺട്രോൾ. ഈ 3 കാര്യങ്ങൾ ശീലിക്കണം ഈ നോമ്പിൽ എന്നാ പറയാൻ ചോദിച്ചില്ല. ഞാൻ പറയുന്നത് എടുത്തപ്പോൾ ഈ ഭാരതീയ പുരാണങ്ങൾ എടുത്താണെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്കുള്ള കാര്യങ്ങൾ തന്നെ. അത് നേരെയാകട്ടെ ഞാൻ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റ് അല്ലാത്തതുകൊണ്ടാണ് പ്രസംഗമല്ല കാര്യം മണിപ്പറവാളെ പോലെങ്കിലും പറഞ്ഞുകൊണ്ട് നല്ല തൊഴിൽ എടുക്കുക, അല്ലാതെ തിരിച്ചു ഞാൻ കൊണ്ടുപോകുന്നത്. അത് ഓർമ്മത്തോട് എല്ലാവർക്കും നന്ദി. ദൂരെ ഇരിക്കുന്നത് ഞാൻ നോക്കുന്നുണ്ട് പോലെ എല്ലാവരും ഓർമ്മയുണ്ട്. കാരണം ചെന്ന് കത്താര കഴിക്കുന്ന കുറഞ്ഞ നടക്കത്തില്ല. ഉച്ചയ്ക്ക് അവിടെ ഞാൻ ഈ പ്രയർ മീറ്റിങ്ങിന്റെ വാശി നിർത്തിച്ചു. ഉച്ചവും കഴിഞ്ഞ് 2:30 തുടങ്ങി. ഭക്ഷണം കഴിഞ്ഞ ഉടനെ ഭാഷണം തുടങ്ങിയാലായിരിക്കും. ഭക്ഷണം കഴിഞ്ഞ ഉടനെ ഭാഷണം തുടങ്ങിയാൽ നിദ്ര, അത് അവിടെ കണ്ടു.